അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച യൂണിഫോം, ഡോക്ടർ യൂണിഫോം, അതിന്റെ അളവാണ് കാണിക്കുന്നത്. അളവ് ഡ്രസ്സ് തന്നിട്ടുണ്ട്, സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതേ അളവിൽ തയ്ച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ അളവ് പലതിന്റെ അളവ് ഇപ്പൊ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂടിയിട്ട് ഇതിന്റെ അളവ് എടുക്കേണ്ടത് ഇങ്ങനെ കാണിച്ചു തരാം. ഇതിന്റെ ലെങ്ത് വരുന്നത് 28.5 ഇഞ്ച് ലെങ്ത്. അപ്പൊ ഒരു ഡ്രസ്സ് ഇതുപോലെ തന്നാൽ ഇതുപോലെ തന്നെ അളവെടുക്കേണ്ടത് കണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. 28.5 ലെങ്ത്. ഇനി നേരെ തിരിച്ചിട്ടിട്ട് നമുക്ക് ഷോൾഡർ അളക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിന്റെ അളവ് നമ്മളെ കൈയിന്റെ ഫിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ട് ഓപ്പോസിറ്റ് കൈയിന്റെ അത് വരെയാണ് ഷോൾഡർ എടുക്കേണ്ടത്. ഷോൾഡറിന്റെ അളവ് 20 ഇഞ്ച് ഷോൾഡർ. അപ്പൊ നമ്മൾ ഷോൾഡർ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ലൂസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ടോപ്പിനൊക്കെ എടുക്കുമ്പോൾ തന്നെ ചുറ്റളവല്ല, നമ്മൾ വൺ സൈഡ് ആയിട്ട് എടുത്താൽ മതി. ഇപ്പൊ ഫ്രണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ വൺ സൈഡ് ആണ് നമ്മൾ എടുക്കാൻ പോണത്. 24 ഇഞ്ച് വൺ സൈഡ് ആണ് വരുന്നത്. അപ്പൊ 24 ഇങ്ങനെ എഴുതുക, 24 ഇഞ്ച് വൺ സൈഡ്. ഇതിന് ചെറിയ ഷേപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഷേപ്പിങ്ങിന്റെ ലെങ്ത് നമ്മൾ നോക്കണം. ആ ലെങ്ത് നോക്കിയിട്ട് ഒരു 17 ഇഞ്ച് താഴത്താണ് ഷേപ്പ് ലെങ്ത് വരുന്നത്. ഷേപ്പ് വരുന്നത് 23, 1 ഇഞ്ച് ഷേപ്പ് ഇട്ടാണ് വരുന്നത്. അപ്പോൾ ഷേപ്പിന്റെ അവിടെ 23. ഇനി നമുക്ക് ഇതിലൊരു സൈഡ് ഓപ്പൺ വരുന്നുണ്ട്. ആ ഓപ്പണിന്റെ അളവ് എത്രയിലാണ് വരുന്നത് നമുക്ക് അളന്ന് നോക്കാം. അത് വരുന്നത് ഒരു 20 ഇങ്ങനെ വെക്കണം കേട്ടോ. ഷോൾഡറിന് നമ്മൾ കഴുത്തിന്റെ അവിടെ നോക്കണം എപ്പോഴും. അവിടുന്ന് നോക്കിയിട്ട് ഇങ്ങനെയാണ് സൈഡ് ഓപ്പൺ എടുക്കേണ്ടത്. വേണമെങ്കിൽ ഒരു ലെവല് സാധനം ഐറ്റംസ് എന്തെങ്കിലും വെച്ചിട്ട് നോക്കുക ലെവല്. അപ്പൊ 26.5 ഇഞ്ചാണ് സ്ലിറ്റ് വരുന്നത്. ഓപ്പൺ 26.5. ഇനി നമ്മൾ ആ ഓപ്പണിന്റെ അവിടുത്തെ ലൂസ് അല്ലെങ്കിൽ താഴെ എൻഡിന്റെ ലൂസ് നോക്കുക. ഓപ്പണിന്റെ അവിടുത്തെ ലൂസും താഴെയും കൂടി ആയിട്ട് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. ഓപ്പണിന്റെ അവിടെ വരുന്നത് 23.5. ഓപ്പണിന്റെ അവിടെ 23.5. ഏറ്റവും ലാസ്റ്റ് എൻഡില് 24. അപ്പൊ ഇതാണ് അളവ്, ഷർട്ടിന്റെ അളവ്. ഇനി പോക്കറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്. ഈ പോക്കറ്റിന്റെ അളവ് ഏകദേശം ഇവിടുന്ന് ഒരു 8 ഇഞ്ച് ഇറക്കിയിട്ടാണ് മെയിൻ പോക്കറ്റ് വേണ്ടത്. 8 ഇഞ്ച് താഴെയുണ്ട്. ഇനി പോക്കറ്റിന്റെ അളവ് ഇങ്ങനെ, ഇതാണ് പോക്കറ്റിന്റെ അളവ് എടുക്കേണ്ടത്. പോക്കറ്റിന്റെ ലെങ്ത് 6 ഇഞ്ച്, 6 ഇഞ്ച് ലെങ്ത്. ഇനി വിടുത്ത് വൈഡ്, അതായത് പോക്കറ്റിന്റെ വുഡ് എന്ന് പറയുന്നത് 5.5, 6 ഇതാണ് പോക്കറ്റ്. ഇവിടെ 2 കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുള്ള പോക്കറ്റാണ്. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും ഓരോ വീഡിയോ നമുക്ക് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി കൈ ഷോൾഡറിന് ഫിറ്റ് ചെയ്ത് അവിടുന്നാണ് എടുക്കേണ്ടത്. കൈയിന്റെ അളവ് 9.5. അപ്പൊ അവിടെ സ്ലീവ് സ്ലീവ് ലെങ്ത് 9.5. ഇനി സ്ലീവിന്റെ എൻഡിലെ ലൂസ് 16. ഇനി റിഗാള് എന്ന് പറയുന്നത്, റിഗാള് വരുന്നത് 23 വരുന്നുണ്ട്. 11.5 വൺ സൈഡ്. അപ്പൊ ഷർട്ടിന്റെ ഏകദേശം അളവ് കട്ട് ചെയ്യേണ്ട, ഞാൻ അളവ് എടുക്കേണ്ട അളവ് എടുത്തിട്ടുണ്ട്. അളവ് കാണിച്ചു. ഇനി ഇത് കഴുത്തുകളൊക്കെയാണ്. കഴുത്തുകൾ ഞാൻ മെയിൻ പീസുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര വെച്ച് കട്ട് ചെയ്യണം, ഈ പീസ് എത്രയിൽ കട്ട് ചെയ്യണം, ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നുള്ളത് കട്ടിങ്ങിലും വീഡിയോയിലും കാണിച്ചു തരാം. അളവ് ഇപ്പൊ നമ്മള് ഷർട്ടിന്റെ അളവ് എടുത്തു കഴിഞ്ഞു. ഇനി പാന്റ് നമ്മൾ സിഗരറ്റ് പാന്റ് ഒക്കെ കണ്ടിട്ടില്ല, അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്യേണ്ടത്. ബാക്ക് പീസ് കൂടുതൽ ഇട്ട് കൊടുക്കണം. കാരണം ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് അങ്ങോട്ട് ബാക്കിലോട്ടും തള്ളി പോകാതെ പാടില്ല. ബാക്ക് എപ്പോഴും ഫ്രണ്ടിലേക്ക് വരണം, ഫ്രണ്ട് ബാക്കിലോട്ട് പോകില്ല. അപ്പൊ അതിന് ഇനി നമ്മൾ പാന്റിന്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. പാന്റിന്റെ ഇറക്കം വരുന്നത് 39.5. പാന്റ് 39.5 ലെങ്ത്. ഇനി ആ ലെങ്ത്തിന്റെ അവിടുത്തെ ലൂസ്, ബോട്ടം ലൂസ് 16. മുട്ട് ലൂസ് നോക്കണം. മുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരളവ് ഒരു 20-21 ഇഞ്ച് ആ ഒരു ലെവലിലാണ് മുട്ടിന്റെ അളവ്. മുട്ടിന്റെ അളവ് 23, 23, 11.5, 22. ഇനി നമ്മളെ നട ലൂസ്, ലൈൻ ലൂസ്, അതിന്റെ ലൂസ് ഇത് സ്ട്രെച്ചബിൾ ആണ്, മറ്റേ തുണി വലിയില്ല. അപ്പൊ നമുക്കൊരു 20
8 വരെ ലൂസ് കൊടുക്കുക. ലൂസ് 28. ഇനി നമ്മൾ ഇതിന്റെ നട എന്ന് പറയുന്ന സാധനം ഇത് മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചു നോക്കുക. റിഗാർഡ്, പാൻറിന്റെ റിഗാർഡ് എന്ന് പറയുന്നത് അത് വരുന്നത് പാൻറ് റിഗാർഡ് 13. ഇനി അരവണ്ണം നമ്മൾ ടോട്ടൽ നമുക്ക് അലാസ്റ്റിക് ഫിറ്റ് ചെയ്തിട്ട് കിട്ടേണ്ട അരവണ്ണമാണ് 30 ഇഞ്ച്. 15 15 30. അപ്പൊ വൺ സൈഡ് വേസ്റ്റ് 30, വൺ സൈഡ് 15. അപ്പൊ പാൻറിന്റെ അളവ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മോഡൽ കട്ടിംഗ് ആണ്. അപ്പോൾ അളവെടുക്കേണ്ടത് യൂണിഫോമും ഏകദേശം അളവെടുക്കേണ്ട രീതികളൊക്കെ മനസ്സിലായതോടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ബൈ.